മാത്സ് റിവിഷനിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 5 ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ബാക്കിയുള്ള 5 ചോദ്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ ചോദ്യം നോക്കിയ കുട്ടികളെ, ഒരു വരിയിൽ സ്മിതയുടെ സ്ഥാനം അനുവിനേക്കാൾ മുന്നിലാണ്. അതായത് അനു പുറകിലും സ്മിത മുന്നിലുമാണ്. വരിയുടെ മുന്നിൽ നിന്നും അനുവിൻ്റെ സ്ഥാനം 12ഉം പുറകിൽ നിന്ന് സ്മിതയുടെ സ്ഥാനം 13ഉമാണ് കേട്ടോ. അപ്പൊ അനുവിന്റെ മുന്നിൽ നിന്നുള്ള സ്ഥാനം പറയുന്നുണ്ട്, അത് എത്രയാണ്? അതെന്ന് പറഞ്ഞാൽ 12. സ്മിതയുടെ പുറകിൽ നിന്നുള്ള സ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13ആണ്. അനുവിന്റെയും സ്മിതയുടെയും ഇടയിൽ 3 പേർ നിൽക്കുന്നുണ്ട്. അതായത് ഈ 2 ആൾക്കാരുടെ ഇടയിലും 3 പേർ നിൽക്കുന്നുണ്ട്. എങ്കിൽ ആ വരിയിൽ എത്ര പേരുണ്ടെന്നാണ് ചോദ്യം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. ആദ്യം നമുക്ക് അനുവിന്റെ സ്ഥാനം എഴുതാം. അനുവിന്റെ സ്ഥാനമല്ലേ ചോദ്യത്തിൽ പറയുന്ന. ആദ്യം അനു മുന്നിൽ നിന്ന് എത്രാമതാ നിൽക്കുന്നത്? 12ാമതാണ് അനു നിൽക്കുന്നത് അല്ലെ. മുന്നിൽ നിന്ന് 12ാമതാണ് ആര് നിൽക്കുന്നത്? അനു നിൽക്കുന്നത്. പിന്നെ പറയുന്നുണ്ട് സ്മിത പുറകിൽ നിന്നും 13ാമതാണ് സ്മിത നിൽക്കുന്നത് അല്ലെ. പുറകിൽ നിന്ന് 13ാമതാണ് ആര് നിൽക്കുന്നത്? സ്മിത നിൽക്കുന്നത്. ഞാനിത് ഇങ്ങോട്ട് കയറ്റി എഴുതാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യനിൽ ആദ്യം തന്നെ പറയുന്നുണ്ട് അനുവിനേക്കാൾ മുന്നിലാണ് ഈ വരിയിൽ ആരെന്ന് പറയുന്നുണ്ട്? സ്മിത എന്ന് പറയുന്നുണ്ട്. അതായത് പുറകിൽ നിന്ന് 13ാമതാണെങ്കിലും ഈ വരിയിൽ അനുവിനേക്കാൾ മുന്നിലാണ് സ്മിത. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് കയറ്റി എന്ത് ചെയ്തത്? സ്മിത എഴുതിയത്. പിന്നെ പറയുന്ന പോയിന്റ് നോക്കാം. 3 പേര് ഇവർക്കിടയിൽ നിൽക്കുന്നുണ്ട് അല്ലെ. 3 പേര്. ആ 3 പേരെ ഞാൻ ഇവിടെ ആഡ് ചെയ്യണേ. 3 പേര് ഇവിടെ നിൽപ്പുണ്ട്. ഈ 3 പേരുടെ പുറകിൽ നിന്നുള്ള സ്ഥാനം നോക്കുകയാണെങ്കിൽ ഈ ആള് പുറകിൽ നിന്ന് 12ാമതും ഈ ആള് പുറകിൽ നിന്ന് 11ാമതും ഈ ആള് പുറകിൽ നിന്ന് 10ാമതുമാണ്. ക്ലിയർ ആണ്? അതായത് അനു പുറകിൽ നിന്ന് 9ാമതാണ് അനു വരുന്നത്. പുറകിൽ നിന്ന് 9ാമതാണ് ആര് വരുന്ന കുട്ടികളെ? അനു വരുന്നത്. അപ്പൊ നമുക്ക് അനുവിന്റെ മുന്നിൽ നിന്നുള്ള സ്ഥാനവും പുറകിൽ നിന്നുള്ള സ്ഥാനവും കിട്ടി. അനുവിന്റെ മുന്നിൽ നിന്നുള്ള സ്ഥാനം 12ഉം പുറകിൽ നിന്നുള്ള സ്ഥാനം 9ഉം. നമുക്ക് ഒരാളുടെ മുന്നിൽ നിന്നുള്ള സ്ഥാനവും പുറകിൽ നിന്നുള്ള സ്ഥാനവും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ വരിയിൽ എത്ര പേരുണ്ടെന്ന് കണ്ടുപിടിക്കുക എല്ലാവർക്കും അറിയത്തില്ലേ? ആ 2 സ്ഥാനങ്ങൾ തമ്മിൽ കൂട്ടുക. 12 + 9. അതിനുശേഷം 1 കുറയ്ക്കുക. അപ്പൊ 12 + 9 കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 21 കിട്ടും. ആ 21ൽ നിന്ന് 1 കുറയ്ക്കുക. അപ്പം 1 കുറയ്ക്കുമ്പം നമുക്ക് 20 എന്ന് കിട്ടും. എന്തിനാണ് ഈ 1 കുറയ്ക്കണമെന്ന് അറിയോ കുട്ടികളെ? ഈ 12 എന്ന സ്ഥാനവും 9 എന്ന സ്ഥാനവും രണ്ടും അനുവിന്റെ അല്ലേ. നമ്മൾ അനുവിന്റെ സ്ഥാനം നമ്മൾ 2 തവണ കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? 1 കുറയ്ക്കുന്നത്. അപ്പൊ ആ ഒരു 21ൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടി കുട്ടികളെ? 20 കിട്ടി. 20 ആ വരിയിലെ ആകെ ആൾക്കാരുടെ എണ്ണം. ഓപ്ഷൻ ബി ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇനി ഇത് ഇങ്ങനെ കൂട്ടിയിട്ട് 1 കുറയ്ക്കാതെ നമുക്ക് ഉത്തരം എടുക്കാൻ പറ്റുന്ന രീതിയുണ്ട്. ഞാനത് പറഞ്ഞുതരാം. നമുക്കിപ്പോൾ അനുവിന്റെ സ്ഥാനം വെച്ച് അത് പറഞ്ഞുതരാവേ. നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ നമ്മൾ കണ്ടെത്തി അനുവിന്റെ സ്ഥാനം എത്രയാണെന്ന് കണ്ടെത്തി കുട്ടികളെ. അനുവിന്റെ സ്ഥാനം മുന്നിൽ നിന്ന് 12, പുറകിൽ നിന്ന് 9 ആണെന്ന് നമ്മൾ കണ്ടെത്തി. മുന്നിൽ നിന്ന് 12 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അനുവിന്റെ ഫ്രണ്ടിൽ എത്ര പേരുണ്ട്? അനുവിന്റെ ഫ്രണ്ടിൽ 11 പേരുണ്ട്. അനുവിന്റെ ഫ്രണ്ടിൽ 11 പേരുണ്ട്. പുറകിൽ നിന്ന് 9ാം സ്ഥാനം എന്ന് പറഞ്ഞാൽ അനുവിന്റെ പുറകിലോട്ട് എത്ര പേരുണ്ട്? അനുവിന്റെ പുറകിലോട്ട് 8 പേരുണ്ട്. അനുവിന്റെ പുറകിലോട്ട് 8 പേരുണ്ട്. മുന്നിൽ നിന്ന് 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നിലോട്ട് 11 പേർക്ക് ശേഷം അനു നിൽക്കുന്നു. പുറകിൽ നിന്ന് 9 എന്ന് പറഞ്ഞാൽ 8 പേർക്ക് ശേഷം, പുറകിൽ നിന്ന് 8 പേർക്ക് ശേഷം അനു നിൽക്കുന്നു. അതായത് അനുവിന്റെ മുന്നിൽ 11, പുറകിൽ 8, പിന്നെ അനു. ഇത്രയും പേരാണ് ആ വരിയിലുള്ളത്. അപ്പൊ നിങ്ങൾ നോക്കിയേ, 11ഉം 8ഉം എത്ര? 11ഉം 8ഉം 19. 19ഉം അനുവും കൂടെ ചേർക്കുമ്പോൾ 20. നമുക്ക് ഈ രീതിയിലും ഒരു വരിയിൽ ഒരാളുടെ മുന്നിലത്തെ സ്ഥാനവും പിന്നിലത്തെ സ്ഥാനവും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ വരിയിൽ ആകെ എത്ര പേരുണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഒന്നുകിൽ ആ 2 സ്ഥാനോടെ കൂട്ടിയിട്ട് 1 കുറയ്ക്കുക, അല്ലെങ്കിൽ ഈ രീതിയിൽ ലോജിക്കലി എന്ത് ചെയ്യുക. മനസ്സിലായില്ലേ? അടുത്ത 2ാമത്തെ ചോദ്യം വളരെ ലളിതമായൊരു ചോദ്യമാണ്. ഒറ്റയാനെ കണ്ടെത്തുക എന്നാണ് ചോദ്യം കേട്ടോ. ഓക്കെ, എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഒന്ന് ചെയ്ത് നോക്കണം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്തിട്ട് സ്വന്തമായിട്ട് ചെയ്ത് നോക്കാം കേട്ടോ. സ്വന്തമായിട്ട് ചെയ്ത് നോക്കിയിട്ട് അതിന്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടിയതും ഞാൻ ചെയ്യുമ്പോൾ കിട്ടുന്നതും സെയിം എന്നെ എന്ത് ചെയ്യുക, നോക്കിയാൽ മതി. ഓക്കെ അല്ലേ? ശരി. അപ്പം 121 എന്ന് പറഞ്ഞാൽ 11ന്റെ സ്ക്വയർ ആണ്. 324 എന്ന് പറഞ്ഞാൽ 18ന്റെ സ്ക്വയർ ആണ്. 476 ഏതിൻ്റെയും സ്ക്വയർ ആണ്? നമുക്ക് നോക്കാം. 576 എന്ന് പറഞ്ഞാൽ 24ന്റെ സ്ക്വയർ ആണ്. 476 ഏതിൻ്റെയും സ്ക്വയർ ആണാടെ? അല്ല, 476 ഒരു സംഖ്യയുടെയും സ്ക്വയർ അല്ല. അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. മനസ്സിലായ? 120 എന്ന് പറഞ്ഞാൽ 11ന്റെ സ്ക്വയർ ആണ്. 324 എന്ന് പറഞ്ഞാൽ 18ന്റെ സ്ക്വയർ ആണ്. 576 എന്ന് പറഞ്ഞാൽ 24ന്റെ സ്ക്വയർ ആണ്. അപ്പൊ ആ ഒരു രീതിയിലാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്.
അടുത്ത് വയസ്സിൽ നിന്നുള്ള ചോദ്യമാണ്, എളുപ്പമാണ്. എൻ്റെ വയസ്സിൻ്റെ 3 മടങ്ങിനോട് 2 കൂട്ടിയതാണ് എൻ്റെ ചേച്ചിയുടെ വയസ്സ്. ചേച്ചിയുടെ വയസ്സ് 29 ആണെങ്കിൽ എൻ്റെ വയസ്സ് എത്ര? വളരെ എൻ്റെ വയസ്സിൻ്റെ 3 മടങ്ങിനോട് 2 കൂട്ടിയതാണ് ചേച്ചിയുടെ വയസ്സ്. 29 ചേച്ചിയുടെ വയസ്സെങ്കിൽ എൻ്റെ വയസ്സ് എത്രയെന്നാണ് ചോദ്യം. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ഇപ്പം ചേച്ചിയുടെ വയസ്സെന്ന് പറഞ്ഞാൽ 29. ആ 29 നിന്നും 2 കുറച്ച് കഴിഞ്ഞാൽ 29 നിന്നും 2 കുറച്ച് കഴിഞ്ഞാൽ എൻ്റെ വയസ്സിൻ്റെ 3 മടങ്ങ് കിട്ടും. നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കാൻ നമുക്ക് കിട്ടും. 29 നിന്ന് 2 കുറച്ച് കഴിഞ്ഞാൽ എൻ്റെ വയസ്സിൻ്റെ 3 മടങ്ങായ 27 കിട്ടി. മനസ്സിലായ? ആ 27നെ ബൈ 3 ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വയസ്സും കിട്ടും. 27/3 എന്ന് പറഞ്ഞാൽ എത്ര പിള്ളേരെ? അത് 9 എൻ്റെ വയസ്സ്. മനസ്സിലായ? ചോദ്യത്തിൽ നമ്മൾ അങ്ങോട്ട് പോയതിനെ പോലെ തിരിച്ചു വന്നാൽ മതി. അതായത് എൻ്റെ വയസ്സിൻ്റെ 3 മടങ്ങിനോട് 2 കൂട്ടിയതാണ് എൻ്റെ ചേച്ചിയുടെ വയസ്സ്. ആ ചേച്ചിയുടെ വയസ്സ് 29 തന്നിട്ടുണ്ട്. അപ്പൊ 29 നിന്നും 2 കുറച്ച് കഴിഞ്ഞാൽ എൻ്റെ വയസ്സിന്റെ 3 മടങ്ങ് കിട്ടും, 27. ആ 27നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വയസ്സും കിട്ടും. എൻ്റെ വയസ്സ് എത്ര പിള്ളേരെ? 9. ഓപ്ഷൻ എ 9 ഇവിടുത്തെ ആൻസർ. കിട്ടിയില്ലേ? അടുത്ത 4ാമത്തെ ചോദ്യം. ഗണിതത്തിലെ 3 ക്ലാസ് പരീക്ഷയിൽ മീനു യഥാക്രമം 18, 16, 19 മാർക്കുകൾ നേടി. ഓരോ ക്ലാസ് പരീക്ഷയും 20 മാർക്കിലാണ്. 4ാമത്തെ പരീക്ഷയിൽ എത്ര മാർക്ക് നേടിയാൽ മീനുവിന് ശരാശരി 18 മാർക്ക് നേടാൻ കഴിയും? ഇതാണ് ചോദ്യം. നിങ്ങളത് സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, വീഡിയോ പോസ് ചെയ്തിട്ട് സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അത് അറിഞ്ഞാത്തവർ ഞാൻ ചെയ്യുന്നത് എങ്ങനെ നോക്കുക കേട്ടോ. അപ്പോൾ പിള്ളേർ, ഇവിടെ 4 പരീക്ഷയിൽ നിന്നും മീനുവിന് എത്ര ശരാശരി വേണം? 18 ശരാശരി വേണം. അപ്പം 4 പരീക്ഷയിൽ നിന്ന് മീനുവിന് 18 ശരാശരി വേണമെങ്കിൽ മീനു 4 പരീക്ഷയിലും കൂടെ ടോട്ടൽ എത്ര മാർക്ക് നേടണം? എത്ര മാർക്ക് നേടണം കുട്ടികളെ? 4 × 18 72 മാർക്ക് മീനു നേടണം. 4 പരീക്ഷയിലും കൂടെ 72 മാർക്ക് നേടിയാലേ മീനുവിന് 18 ശരാശരി വരത്തുള്ളൂ. ഇവിടെ മീനു 3 പരീക്ഷ കഴിഞ്ഞപ്പോൾ മീനുവിന് കിട്ടിയത് 18, 16, 19. 18, 16, 19. അതായത് 3 പരീക്ഷയിലും കൂടെ മീനുവിന് കിട്ടിയ മാർക്ക് അറിയണമെങ്കിൽ 18 + 16 + 19. 18, 16, 19. 18, 16, 34. 34, 19, 53 മാർക്കാണ്. 53 മാർക്കാണ് 3 പരീക്ഷയിൽ മീനുവിന് കിട്ടിയത്. അപ്പൊ ടോട്ടൽ വേണ്ടത് 72. ഇപ്പം 3 പരീക്ഷയിൽ 53. അപ്പൊ 4ാമത്തെ പരീക്ഷയിൽ കിട്ടേണ്ട മാർക്ക് അറിയണമെങ്കിൽ 72 - 53 എത്ര കിട്ടൂടാ? 72 - 53 19 എന്ന് കിട്ടും. 19. ഇവിടുത്തെ ആൻസർ ഏതാണ് കുട്ടികളെ? ഓപ്ഷൻ ഡി 19. അതായത് 4ാമത്തെ പരീക്ഷയിൽ മീനുവിന് 19 മാർക്ക് കിട്ടുകയാണെങ്കിൽ മീനുവിന്റെ ശരാശരി എത്രയായി മാറും കുട്ടികളെ? 18 മാറും. ഓക്കെ, അപ്പൊ ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ചെയ്തത് മനസ്സിലായല്ലോ? ഡൗട്ട് ഉള്ളവർ ഒന്നുകൂടെ കണ്ടു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആവും കേട്ടോ. ശരി, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ചോദ്യം. ഒരു കടക്കാരൻ 20 പേന 100 രൂപയ്ക്ക് വാങ്ങി. ഒരു പേന 6 രൂപയ്ക്ക് വിറ്റു എങ്കിൽ ലാഭശതമാനം എത്രയെന്നാണ്. അതായത് ആള് 20 പേന വാങ്ങാൻ വേണ്ടി 100 രൂപ ചിലവാക്കി. അതിനുശേഷം പുള്ളിക്കാരൻ ഒരു പേന 6 രൂപയ്ക്കാണ് വിറ്റത്. ഒരു പേന 6 രൂപ എന്ന കണക്കിന് വിറ്റു. അതായത് ടോട്ടല് 20 പേനയും അദ്ദേഹം 6 രൂപ നിരക്കിലാണ് വിറ്റത് അല്ലേ? അപ്പം 20 × 6 അദ്ദേഹത്തിന് 120 രൂപ കിട്ടി. അതായത് 100 രൂപ മുടക്കിയപ്പം ആൾക്ക് 120 രൂപ കിട്ടി. ക്ലിയർ ആണ്? അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ട ലാഭശതമാനമാണ്. ലാഭശതമാനം കാണാൻ നമുക്കറിയാം ലാഭം ബൈ വാങ്ങിയ വില. ലാഭം ബൈ വാങ്ങിയ വില × 100 അല്ലേ? 100. ഇവിടെ ലാഭം എത്രയാ? 100 രൂപ മുടക്കിയപ്പോൾ 120 രൂപ കിട്ടിയെങ്കിൽ ലാഭം എന്ന് പറയുന്നത് 20 ലാഭം 20. വാങ്ങിയ വില എത്രയാ? 100 വാങ്ങിയ വില × 100. ഈ 100ഉം വെട്ടിപ്പോകുമ്പോൾ നമുക്ക് എത്രയെന്ന് കിട്ടും? 20 കിട്ടും. അതായത് ലാഭശതമാനം എത്രയാ കുട്ടികളെ? 20% ലാഭം. 20% ലാഭം. വളരെ എളുപ്പമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, ഇത് ഈ പഠിച്ചു വെക്കുക. നിങ്ങൾ ചെയ്യേണ്ട രീതി പഠിച്ചു വെക്കുക. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ആദ്യം കുറച്ച് ലിബറൽ ആയിട്ടുള്ള നല്ല എളുപ്പമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് വർക്കൗട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ബുദ്ധിമുട്ടിക്കുന്ന ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, ക്ലിയർ ആണേ? അടുത്ത ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. ക്വസ്റ്റ്യൻ പോയി. ഇത് അത്ര എളുപ്പമല്ല, നല്ല ഒരു ചോദ്യമാണ് ഇത് കേട്ടോ. നല്ലൊരു ചോദ്യമാണ്. ഒന്ന് വായിച്ചു നോക്കാം നമുക്ക്. കളർ മാറി.
ജോസഫ് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും ജോലി സ്ഥലത്തേക്ക് 30 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗതയിലും തിരിച്ച് 120 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗതയിലും യാത്ര ചെയ്യുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്രയ്ക്ക് 5 മണിക്കൂർ എടുത്തുവെങ്കിൽ വീട്ടിൽ നിന്നും ജോലി സ്ഥലത്തേക്കുള്ള ദൂരം എത്ര? അതായത് അദ്ദേഹത്തിന്റെ ഹോമിൽ നിന്നും അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്രയെക്കുറിച്ചാണ് പറയുന്നത്. അതായത് ഈ ഡിസ്റ്റൻസ് എന്താണ് കുട്ടികളെ? അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്രയാകുമ്പോൾ ഡിസ്റ്റൻസ് എന്താണ്? സെയിം ആണ്, അല്ലേ? അപ്പോൾ ഒരു സ്ഥലത്ത് നമ്മൾ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് പോകുന്ന ദൂരവും ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് വരുന്ന ദൂരവും എന്തായിരിക്കും? തുല്യമായിരിക്കും. അദ്ദേഹം അങ്ങോട്ട് പോയത് 30 കിലോമീറ്റർ പെർ അവർ വേഗതയിലും ഇങ്ങോട്ടും അദ്ദേഹം വന്നത് 120 കിലോമീറ്റർ പെർ അവർ വേഗതയിലുമാണ് അദ്ദേഹം ഇങ്ങോട്ട് വന്നത്. അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ജോലി സ്ഥലത്ത് നിന്ന് വീട്ടിലേക്കുള്ള അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ജോലി സ്ഥലത്തേക്കുള്ള ദൂരം എത്രയാണ് കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായോ? നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ട ഡിസ്റ്റൻസ് ആണ്, അല്ലേ? ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? സ്പീഡ് ഇൻറ്റു ടൈം ആണല്ലേ? സ്പീഡ് ഇൻറ്റു ടൈം ആണ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. സ്പീഡ് ഇൻറ്റു ടൈം. പക്ഷെ ഇവിടെ ഒരു സ്പീഡാണോ ഉള്ളത്? അല്ല, ഇവിടെ 2 സ്പീഡ് ഉണ്ടല്ലേ? അതായത് 30 കിലോമീറ്റർ പെർ അവർ എന്നൊരു വേഗതയും 120 കിലോമീറ്റർ പെർ അവർ എന്നൊരു വേഗതയും നമുക്കുണ്ട്. ക്ലിയർ ആണ്? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ ആവറേജ് കാണണം. ദൂരം സെയിം ആണ്, 2 സ്പീഡ് ഉണ്ടെങ്കിൽ ആവറേജ് കാണാനായിട്ടുള്ള ഇക്വേഷൻ ആണ് 2ab by a plus b. 2ab by a plus b. ഇവിടെ 2 വേഗതയുണ്ട്. 30 കിലോമീറ്റർ പെർ അവർ എന്നൊരു വേഗതയും 120 കിലോമീറ്റർ പെർ അവർ എന്നൊരു വേഗതയും. പക്ഷേ ദൂരം എന്താണ്? സെയിം ആണ്, അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ദൂരം സെയിം ആണ്. അപ്പോൾ ഇക്വേഷൻ നമ്മൾ പറഞ്ഞു 2ab by a plus b. ഇനി നമുക്ക് 30 നമുക്ക് a എന്നും 120 നമുക്ക് b എന്നും കൊടുക്കാം. എന്നിട്ട് ഇക്വേഷനിൽ പറക്കിയിടാം നമുക്ക്. 2 × 30 × 120 by 30 + 120. ഇനി നമുക്ക് ഈ മുകളിൽ ഇപ്പോഴൊന്നും ചെയ്യണ്ട. നിങ്ങൾ താഴെ ഉള്ളതിനെ കൂട്ടി എഴുതിയാൽ മതി. 2 × 30 × 120 by 30 + 120 150 എന്ന് കിട്ടും. ഇനി നമുക്ക് വെട്ടിക്രിയ ചെയ്യാം. പിള്ളേരെ വെട്ടിക്രിയ ചെയ്യുമ്പോൾ എങ്ങനെയാ? ഈ 0 ഈ 0 വെട്ടാം, 3ഉം 15ഉം വെട്ടാം. 3ഉം 15ഉം വെട്ടുമ്പോൾ നമുക്ക് 5 എന്ന് കിട്ടും. 5ഉം 120ഉം വെട്ടാം, അല്ലെ? 5ഉം 120ഉം വെട്ടാം. 5ഉം 120ഉം വെട്ടുമ്പോൾ നമുക്ക് 24 എന്ന് കിട്ടും. അതായത് 2 × 24 48 കിലോമീറ്റർ പെർ അവർ ആണ്. എന്ത് കുട്ടികളെ? 48 കിലോമീറ്റർ പെർ അവർ ആണ് ശരാശരി വേഗത. 48 കിലോമീറ്റർ പെർ അവർ ആണ് ശരാശരി വേഗത. അപ്പം നമുക്ക് സ്പീഡ് കിട്ടി. 48 കിലോമീറ്റർ പെർ അവർ ആണ് സ്പീഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് എന്തും കിട്ടി കുട്ടികളെ? നമുക്ക് ടൈം തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ നമുക്ക് ടൈം തന്നിട്ടുണ്ട്. 5 മണിക്കൂർ എന്നുള്ള കാര്യം നമുക്ക് ടൈം തന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് സ്പീഡ് എത്ര? 48, ടൈം എത്ര? 5 മണിക്കൂർ. 48 × 5 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 48 × 5 ചെയ്യുമ്പോൾ നമുക്ക് 240 എന്ന് കിട്ടും. 240 കിലോമീറ്റർ ആണ് ടോട്ടൽ ഡിസ്റ്റൻസ്. പക്ഷെ ആൻസർ 240 അല്ല. 240 എന്നത് ടോട്ടൽ ഡിസ്റ്റൻസ് ആണ്. അദ്ദേഹം യാത്ര ചെയ്ത ആകെ ദൂരമാണ് 240 എന്ന് പറയുന്നത്. അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വീട്ടിൽ നിന്നും ജോലി സ്ഥലത്തേക്കുള്ള ദൂരം. അതായത് 240ന്റെ പകുതിയാണ് വീട്ടിൽ നിന്നും ജോലി സ്ഥലത്തേക്കുള്ള ദൂരം. അത് 120 കിലോമീറ്റർ ആണ്. പിള്ളേരെ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. മനസ്സിലായ? ഇത്രയേ ഉള്ളൂ. ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ആവറേജ് സ്പീഡ് കണ്ടുപിടിച്ചു. ആവറേജ് സ്പീഡ് നമുക്ക് 48 കിലോമീറ്റർ പെർ അവർ എന്ന് കിട്ടി. ആ ആവറേജ് സ്പീഡിനെ നമ്മൾ ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് എന്ത് ചെയ്തു? ടോട്ടൽ ഡിസ്റ്റൻസ് കിട്ടി. വീട്ടിൽ നിന്ന് ഓഫീസിൽ പോയി തിരിച്ച് വീട്ടിലെത്തിയ ദൂരം നമുക്ക് കിട്ടി. എത്ര എന്ന് കിട്ടി കുട്ടികളെ? 240 കിലോമീറ്റർ എന്ന് കിട്ടി. നമുക്ക് വേണ്ടത് ഒരു സൈഡിലെ ദൂരമാണ് നമുക്ക് വേണ്ടത്. അതിൻ്റെ പകുതി നമ്മൾ എടുത്തു. ഒരു സൈഡിലെ ദൂരം കിട്ടി 120 കിലോമീറ്റർ. ഇനി ഇതിങ്ങനെ അല്ലാതെ ഓപ്ഷൻ എടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അതെങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഓപ്ഷൻ എടുത്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അത് എങ്ങനെ നേട്ടി കഴിഞ്ഞാൽ ഇതിൽ നോക്കിക്കോണേ. ഇവിടെ അങ്ങോട്ട് പോയ സ്പീഡ് എന്ന് പറഞ്ഞാൽ 30 കിലോമീറ്റർ പെർ അവർ ആണ്. ഇങ്ങോട്ട് വന്ന സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 120 കിലോമീറ്റർ പെർ അവർ ആണ്. ഇതിനെടുത്ത സമയം 5 മണിക്കൂറാണ്. ഇവിടെ ഇരുന്നോട്ടെ, ഈ കാര്യം ഇത്ര ഇവിടെ ഇരുന്നോട്ടെ. ഇത് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഞാൻ പറയുമ്പോൾ ഇത്തിരി പാടായിട്ടും ഇത് ഇത്തിരി സമയം എടുക്കുന്നതായിട്ടും തോന്നും. പക്ഷേ ഇത് കുറച്ചുകൂടെ എളുപ്പമാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് മനക്കണക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക്
ഇത് എളുപ്പമാണ്. അല്ലാത്തവർ ഞാൻ ആദ്യം പറഞ്ഞ മെത്തേഡിൽ ആവറേജ് സ്പീഡ് കണ്ടുപിടിച്ചിട്ട് അതിനെ ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ടോട്ടൽ ഡിസ്റ്റൻസ് എടുത്ത് അതിൻ്റെ പകുതി എടുത്ത് ചെയ്യുക. അല്ലാത്ത മനക്കണക്ക് കൊണ്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ഈ ഒരു മെത്തേഡ് നോക്കുക. എടാ നമ്മൾ അസ്യൂം ചെയ്യുകയാണ് 30 കിലോമീറ്റർ ആണ് അങ്ങോട്ടുള്ള ദൂരം, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഓഫീസിലേക്കുള്ള ദൂരം എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ പിള്ളേർ 30 കിലോമീറ്റർ പെർ അവർ വേഗതയിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ, 30 കിലോമീറ്റർ പെർ അവർ വേഗതയിലാണ് പോകുന്നതെങ്കിൽ അങ്ങോട്ട് പോകാനായിട്ട് 1 മണിക്കൂർ സമയമെടുക്കും. തിരിച്ച് 120 കിലോമീറ്റർ പെർ അവർ വേഗതയിലാണ് വരുന്നതെങ്കിൽ 30/120 അതായത് 1/4, അതായത് 15 മിനിറ്റ് എടുക്കത്തുള്ളൂ. അതായത് ടോട്ടൽ 1 മണിക്കൂർ 15 മിനിറ്റ് കൊണ്ട് ഈ യാത്ര പൂർത്തിയാകും, ഡിസ്റ്റൻസ് 30 കിലോമീറ്റർ ആണെങ്കിൽ. പക്ഷെ നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുള്ളത് 5 മണിക്കൂർ എന്നാണ് ചോദ്യത്തിൽ തന്നിട്ടുള്ളത്. അപ്പം നമുക്ക് ഈ ഡിസ്റ്റൻസ് 30 ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്ര എത്ര സമയം കൊണ്ട് പൂർത്തിയാകും? 1.25 മണിക്കൂർ കൊണ്ട് പൂർത്തിയാകും. അപ്പോൾ ഡിസ്റ്റൻസ് ഏതല്ല, 30 ഡിസ്റ്റൻസ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ക്ലിയർ ആണ്. ഇനി അടുത്ത ഓപ്ഷൻ എടുക്കാം. അടുത്ത ഓപ്ഷൻ ഏതാ കുട്ടികൾ? അടുത്ത ഓപ്ഷൻ 60 കിലോമീറ്റർ. അപ്പോൾ നമ്മൾ 60 കിലോമീറ്റർ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ 60 കിലോമീറ്റർ ഡിസ്റ്റൻസ് എങ്കിൽ അങ്ങോട്ട് പോയ വേഗത 30 കിലോമീറ്റർ പെർ അവർ ആണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാൻ എടുക്കുന്ന സമയം 60/30, 2 മണിക്കൂർ നമുക്ക് അങ്ങോട്ട് എടുക്കും. തിരിച്ചു വരാനായിട്ടുള്ള സമയം 60/120, കാരണം 120 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ നമ്മൾ വന്നത്. 60/120 എന്ന് പറയുമ്പോൾ നമുക്ക് വെട്ടിപ്പോകുമ്പം 1/2 എന്ന് കിട്ടും. 1/2 എന്ന് പറഞ്ഞാൽ 30 മിനിറ്റ് ആണ് 1/2 എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അരമണിക്കൂർ എന്ന് പറഞ്ഞാൽ 30 മിനിറ്റ് അല്ലേ. അപ്പം ടോട്ടൽ ഈ യാത്ര എന്ന് പറഞ്ഞാൽ 2 മണിക്കൂർ 30 മിനിറ്റ് കൊണ്ട് പൂർത്തിയാവും. പക്ഷെ നമുക്ക് വന്നിട്ടുള്ളത് 5 മണിക്കൂറാണ്. സോ ഓപ്ഷൻ ബി 60 ആൻസർ നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇനി അടുത്ത ഓപ്ഷൻ ഏതാ? 90 ആണ് അല്ലേ? 90. ഓക്കെ, അടുത്ത ഓപ്ഷൻ 90 ആണ്. നമുക്ക് 90 കൊടുത്തു നോക്കാം. 90 ആണ് ഡിസ്റ്റൻസ് എങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട് 90/30 നമുക്ക് 3 മണിക്കൂർ എടുക്കും. തിരിച്ചു വരാനായിട്ട് 90/120 നമ്മൾ ചെറുതാക്കുമ്പോൾ നമുക്ക് 3/4 എന്ന് വരും. 3/4 എന്ന് വെച്ചാൽ മുക്കാലാണ്. മുക്കാലെന്ന് പറഞ്ഞാൽ 45 മിനിറ്റ് ആണ് കേട്ടോ. മുക്കാലെന്ന് പറഞ്ഞാൽ 45 മിനിറ്റ് ആണ്. അതായത് നമുക്ക് 3 മണിക്കൂറും 45 മിനിറ്റും എടുക്കും. പക്ഷെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള 5 മണിക്കൂറാണ്. സോ 90 ആൻസർ. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത ഓപ്ഷൻ നോക്കാം. അടുത്ത ഓപ്ഷൻ 120 ആണല്ലേ വളരെ. 120 ആണെങ്കിൽ അങ്ങോട്ട് പോകാനായി 120/30 4 മണിക്കൂർ എടുക്കും. തിരിച്ചു വരാനായി 120/120 1 മണിക്കൂറും എടുക്കും. ടോട്ടൽ 5 മണിക്കൂർ. സോ ഇവിടെ ഡിസ്റ്റൻസ് എത്രയാണ് കുട്ടികളെ? ഓപ്ഷൻ ഡി 120 കിലോമീറ്റർ ആണ്. ഞാൻ ഈ രണ്ടാമത് പറഞ്ഞ മെത്തേഡ് നിങ്ങൾക്ക് പലർക്കും ഇത് വലിയ പാടല്ലേ, ആദ്യം ചെയ്തതല്ലേ എളുപ്പം എന്നൊക്കെ തോന്നുമെങ്കിലും നന്നായി സംഖ്യകൾ പരിചയമുള്ളവർക്കും മനക്കണക്ക് വേഗമുള്ള ആൾക്കാർക്കും രണ്ടാമത് പറഞ്ഞ മെത്തേഡിൽ ഒരു പേന പോലും എടുക്കാതെ എന്ത് ചെയ്യാൻ പറ്റും? ഉത്തരം എടുക്കാൻ പറ്റും. മനസ്സിലായ? സോ ഈ രീതിയിൽ ഈ കണ്ടീഷൻസ് അപ്ലൈ ചെയ്ത് ഓപ്ഷൻ എടുത്ത് കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുന്ന രീതി കൂടി പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് ഗുണകരമാവും. ഓക്കെ, അപ്പോൾ ഇന്ന് ചെയ്യിപ്പിച്ച 6 ചോദ്യങ്ങളുണ്ട്. എല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ.